തിരുസഭയിലുള്ള വിശ്വാസം നശിപ്പിക്കാൻ ഈ കാലത്ത് സാത്താൻ വളരെ തന്ത്രപൂർവ്വം പരിശ്രമിച്ചുകൊണ്ടിരിക്കുകയാണ്. സഭയിലുള്ള വിശ്വാസം നശിപ്പിക്കുന്നത് എങ്ങനെയാണ്? മാധ്യമങ്ങളെയും ബുദ്ധിജീവികളെയും സ്വതന്ത്ര ചിന്തകരെയും നിരീശ്വരവാദികളെയും ഒക്കെ സാത്താൻ പ്രലോഭിപ്പിക്കും തിരുസഭയ്ക്കെതിരെ നിരന്തരമായ അക്രമങ്ങൾ നടത്താൻ. ലോകത്തിലെ മാധ്യമങ്ങളൊക്കെ ഇന്ന് ഈ തിന്മയുടെ വലയത്തിൽ അകപ്പെട്ടിരിക്കുന്നവരാണ്. മാധ്യമങ്ങൾ സത്യം പറയേണ്ടവർ പല മേഖലകളിലും സത്യം അവർ പൂഴ്ത്തിവെക്കും. പല മേഖലകളിൽ അവർ സത്യം പൂഴ്ത്തിവെക്കും. ഇന്ന് ലോകത്തിലെ ലീഡിംഗ് മാധ്യമങ്ങളെ കുറിച്ച് ചിന്തിക്കുക. അവരെവിടെയാണ് സത്യം പറയുന്നത്? അവർ പലസ്തീനികളുടെ ദൈന്യതയെക്കുറിച്ച് അവർ വാദോരാതെ പറയും. സേവ് ഗാസ എന്ന് അവർ അലമുറയിടും, അവർ ചർച്ചകൾ നടത്തും. എന്നാൽ അതേ സമയത്ത് പീഡിപ്പിക്കപ്പെടുന്ന, പിറന്ന ഭൂമിയിൽ നിന്ന് ആട്ടി ഓടിക്കപ്പെട്ട നഗോർണോയിലെ, കാരബാക്കിലെ അർമേനിയൻ ക്രൈസ്തവരെ കുറിച്ച് ഈ കെട്ടമാധ്യമങ്ങൾ നിശബ്ദത പുലർത്തും. നമ്മൾ തിരിച്ചറിയണം എങ്ങനെയാണ് മാധ്യമങ്ങൾ തിന്മയുടെ പക്ഷത്ത് നിൽക്കുന്നത്. പാലസ്തീനയിലെ മനുഷ്യർക്കുള്ള അവകാശം നഗോർണോയിലെയും കാരബാക്കിലെയും അർമേനിയൻ ക്രൈസ്തവർക്കില്ലേ? 18-ാം നൂറ്റാണ്ടിൽ പാലസ്തീനയിൽ താമസിച്ചവരെ വന്നവരോ അല്ല. AD 300-ാം ആണ്ട് തൊട്ട് അവിടെ താമസിച്ച മനുഷ്യരെയാണ് അസർബൈജാൻ എന്ന് പറയുന്ന രാജ്യം, ഇസ്ലാമിക രാജ്യം, ഭരണകൂടം പിറന്ന നാട്ടിൽ നിന്ന് ആട്ടി ഓടിക്കുകയാണ്. ലോകത്തിലെ ഒരു മാധ്യമങ്ങളും ഇതറിയത്തില്ല. അവർക്കതൊരു വിഷയമേ അല്ല. ക്രിസ്ത്യാനിയുടെ പീഡ ഇവിടുത്തെ മാധ്യമങ്ങൾക്ക് വിഷയമല്ല. അവന്റെ ഒഴുകിപ്പരക്കുന്ന ചോര അവർക്ക് വിഷയമല്ല. നമ്മൾ ഓർക്കണം, മെഡിറ്ററേനിയൻ കടലിനെ ചുവപ്പിച്ച 21 കോപ്റ്റിക് ക്രിസ്ത്യാനികളുടെ ചോരയുടെ കഥ. അത് 21 മുസ്ലിങ്ങളായിരുന്നെങ്കിൽ ഈ ലോകത്തിലെ മാധ്യമങ്ങൾ എങ്ങനെ അത് ആഘോഷിച്ചേനെ? ഇതാണ് പൈശാചികമായ ഇരട്ടവാദ നയമെന്ന് പറയുന്നത്. അതുകൊണ്ട് തിരുസഭയെ നശിപ്പിക്കാനുള്ള പരിശ്രമത്തിൽ ഇന്ന് മാധ്യമങ്ങൾ തിന്മയുടെ കൂട്ടു നിൽക്കുകയാണ്. സഭയിലുള്ള വിശ്വാസം നഷ്ടപ്പെടുത്താനുള്ള ഗൂഢശ്രമങ്ങൾ നടക്കുകയാണ്. ഇന്ന് തിരുസഭയിലുള്ള വിശ്വാസം നശിപ്പിക്കാനുള്ള ശ്രമങ്ങളിൽ ഏറ്റവും ആസൂത്രിതമായ ഒരു ശ്രമം, അത് ക്രൈസ്തവ നാമധാരികളായ സ്വതന്ത്ര ചിന്തകർ തൊട്ട് പുരോഗമനവാദികൾ തൊട്ട് യുക്തിചിന്തകർ തൊട്ട് പലരും പറയുന്ന സെക്കുലറിസ്റ്റുകളൊക്കെയും പറയുന്ന കാര്യം, ഈ സഭയെ കൊള്ളരുതാത്തുള്ളൂ, യേശുക്രിസ്തു മഹാനായ ആളാണ്. വി റെസ്പെക്ട് ക്രൈസ്റ്റ്, വി റെസ്പെക്ട് ജീസസ്, ബട്ട് വി ഡോണ്ട് ദ ചർച്ച്. ഇങ്ങനെയുള്ള ആളുകൾ പലയിടത്തും ആദരണീയരായിട്ട് പ്രത്യക്ഷപ്പെടും. അവർ യേശുവിനെ കുറിച്ച് പറയും, സഭയെ അവർ മോശമാക്കി പറയും. പ്രിയപ്പെട്ട സഹോദരങ്ങളെ, നമ്മൾ തിരിച്ചറിയേണ്ട ഒരു വലിയ സത്യമുണ്ട്. ഈ ലോകത്ത് തിരുസഭ ഇല്ലാതായി പോയ എവിടെയെങ്കിലും ആരെങ്കിലും യേശു ക്രിസ്തുവിനെ ജീവനുള്ള ദൈവത്തിൻ്റെ പുത്രനായ മിശിഹായാണെന്ന് ഏറ്റുപറയാൻ അവശേഷിക്കുന്നുണ്ടോ എന്നാണ് നമ്മൾ ചിന്തിക്കേണ്ടത്. യേശു ക്രിസ്തു നീ ജീവനുള്ള ദൈവത്തിൻ്റെ പുത്രനായ മിശിഹായാണെന്ന് പറയണമെങ്കിൽ അവിടെ ഒരു സഭ വേണം. സഭ നാമാവശേഷമായിക്കൊണ്ടിരിക്കുന്ന സിറിയയിൽ ലോകത്തിൽ ആദ്യമായിട്ട് ക്രിസ്ത്യാനികൾ എന്ന് യേശുവിൽ വിശ്വസിക്കുന്നവർ വിളിക്കപ്പെട്ട അന്ത്യോക്യ നിലകൊള്ളുന്ന സിറിയയിൽ എവിടെയാണെന്ന് ക്രൈസ്തവർ സ്വസ്ഥമായിട്ട് ജീവിക്കാൻ പറ്റുന്നത്? സഭയുടെ അടിസ്ഥാനങ്ങളും ആസ്ഥാനങ്ങളും മുഴുവൻ നശിപ്പിക്കപ്പെട്ട അവിടെ എവിടെയാണ് ഇന്ന് യേശുവിനെ ദൈവത്തിൻ്റെ ഏകപുത്രനും മിശിഹായുമായിട്ട് ഏറ്റുപറയാനൊരു സമൂഹമുള്ളത്? തുർക്കിയിൽ, ഇറാഖിൽ, പേർഷ്യൻ ഇറാനിൽ, ഇങ്ങനെ എണ്ണിയാൽ തീരാത്ത രാജ്യങ്ങളിൽ സഭ ശിഥിലമായി പോയെടുത്ത്, സഭയെ പീഡിപ്പിച്ച് കഥാവശേഷമാക്കിയെടുത്ത് ആരാണ് യേശുവിനെ ദൈവത്തിൻ്റെ ഏകപുത്രനായിട്ട് ഏറ്റുപറയാനുള്ളത്? അതുകൊണ്ട് സഭ നിലനിൽക്കുന്നിടത്ത് മാത്രമേ യേശുവിനെ ദൈവത്തിൻ്റെ ഏകപുത്രനായിട്ട് ആരാധിക്കാൻ ഏറ്റുപറയാൻ ഒരു സമൂഹമുണ്ടാവൂ. അതുകൊണ്ടാണ് പറയുന്നത് സഭയും ഈശോ മിശിഹായി രണ്ടല്ല, ഒന്നാണ്. ദൈവത്തിൻ്റെ വചനം വളരെ കൃത്യമായി അതിൻ്റെ മുന്നറിയിപ്പ് നമുക്ക് തരുന്നുണ്ട്. കൊളോസോസിലെ സഭയ്ക്ക് വിശുദ്ധ പൗലോസ്ലീഹ എഴുതിയ ലേഖനത്തിൻ്റെ 1-ാം അധ്യായം 17-18 വാക്യങ്ങൾ വചനം പറയാണ്, അവനാണ് എല്ലാറ്റിലും മുമ്പുള്ളവൻ, അവനിൽ സമസ്തവും സ്ഥിതി ചെയ്യുന്നു,
അവൻ സഭയാവുന്ന ശരീരത്തിന്റെ ശിരസാണ്. പൗലോസ്ലീഹ പറയാണ്, അവനാണ്, കർത്താവായ യേശു ക്രിസ്തുവാണ് എല്ലാറ്റിനും മുമ്പുള്ളവൻ. അവനിൽ സമസ്തവും സ്ഥിതി ചെയ്യുന്നു. അവൻ സഭയാവുന്ന ശരീരത്തിന്റെ ശിരസാണ്. തലയിൽ നിന്ന് ഉടല് വെട്ടിമാറിയാൽ ഉടലിനോ ശിരസിനോ പിന്നെ ഒരു നിലനിൽപ്പില്ല. ക്രിസ്തുവിൽ നിന്ന് മാറ്റി ഒരു സഭയില്ല, സഭയിൽ നിന്ന് മാറിയിട്ട് ഒരു യേശുവുമില്ല. ഈ സഭ അവന്റെ ശരീരവും അവൻ അതിൻ്റെ ശിരസുമാണെന്ന് നമ്മൾ തിരിച്ചറിയണം. എന്ന് പറഞ്ഞാൽ ഈശോയെ സ്നേഹിക്കുന്ന പോലെ അവന്റെ സഭയെ സ്നേഹിക്കുന്നിടത്താണ് യഥാർത്ഥ ക്രൈസ്തവ വിശ്വാസം കണ്ടെത്താൻ പറ്റുന്നത്. ഈശോയെ സ്നേഹിക്കുന്നത് പോലെ അവന്റെ സഭയെ സ്നേഹിക്കുന്നിടത്ത്, ഈശോയ്ക്ക് വേണ്ടി ജീവൻ കൊടുക്കാൻ തയ്യാറാവുന്ന പോലെ അവന്റെ സഭയ്ക്ക് വേണ്ടി ജീവൻ കൊടുക്കാൻ തയ്യാറാവുന്നിടത്താണ് സത്യവിശ്വാസം നമ്മൾ കണ്ടെത്തുന്നത്. പ്രിയപ്പെട്ടവരെ, ഹല്ലേലൂയ, ഹല്ലേലൂയ. അതുപോലെ തന്നെ എഫേസോസ് ലേഖനത്തിന്റെ 1-ാം അധ്യായത്തിന്റെ 22-ാം വാക്യം, എഫേസോസ് ലേഖനത്തിന്റെ 1:22 പൗലോസ്ലീഹ പറയാണ്, അവിടുന്ന് എല്ലാ വസ്തുക്കളെയും അവന്റെ പാദങ്ങൾക്ക് കീഴിലാക്കുകയും എല്ലാറ്റിനും മുകളിൽ അവനെ സഭയ്ക്ക് തലവനായി നിയമിക്കുകയും ചെയ്തു. സഭ അവന്റെ ശരീരമാണ്, എല്ലാ വസ്തുക്കളിലുമുള്ള അവന്റെ പൂർണ്ണതയുമാണ്. ഹല്ലേലൂയ. ദൈവത്തിന്റെ വചനം പറയുന്ന, ഒന്നുകൂടെ ശ്രവിച്ചേ, അവിടുന്ന് എല്ലാ വസ്തുക്കളെയും യേശു ക്രിസ്തുവിന്റെ പാദങ്ങൾക്ക് കീഴിലാക്കി എല്ലാറ്റിനും മുകളിൽ അവനെ സഭയ്ക്ക് തലവനായി നിയമിച്ചു. ഈ സഭയുടെ ശിരസായിട്ട് ദൈവം തന്നെയാണ് തൻ്റെ ഏകപുത്രനെ നിയമിക്കുന്നത്. എന്നിട്ട് പൗലോസ്ലീഹയിലൂടെ പരിശുദ്ധാത്മാവ് പറയാണ്, സഭ അവന്റെ ശരീരമാണ്, എല്ലാ വസ്തുക്കളിലുമുള്ള അവന്റെ പൂർണ്ണതയാണ്. അപ്പോൾ എങ്ങനെയാണ് യേശുവിനെ സ്നേഹിക്കുന്നു, സഭയെ സ്നേഹിക്കുന്നില്ലെന്ന് പറയുന്നത്? യേശു കൊള്ളാം, സഭ മോശമാണെന്ന് എങ്ങനെയാണ് പറയുന്നത്? സഭയും യേശുവും രണ്ടല്ല ഒന്നാണെന്നുള്ള യാഥാർത്ഥ്യമാണ് പ്രിയപ്പെട്ട സഹോദരങ്ങളെ നമ്മൾ തിരിച്ചറിയേണ്ടത്. തിരുസഭയെ, മിശിഹായുടെ ശരീരമാവുന്ന സഭയെ സ്നേഹിക്കുമ്പോഴാണ് ഈ കാലത്ത് ക്രിസ്തുവിനോടുള്ള സ്നേഹം പ്രകടമാക്കുന്നത്. സഭ എങ്ങനെയാണ് സ്നേഹിക്കുന്നത്? സഭയുടെ പ്രവർത്തനങ്ങളിൽ പങ്കുചേർന്നുകൊണ്ടാണ്, സഭയുടെ ശുശ്രൂഷകളിൽ പങ്കുചേർന്നുകൊണ്ട് സഭയെ സ്നേഹിക്കുമ്പോഴാണ് നമ്മൾ യഥാർത്ഥത്തിൽ ക്രിസ്തുവിനെ സ്നേഹിക്കുന്നത്. സഭയും ഈശോ മിശിഹായും രണ്ടല്ല ഒന്നാണെന്നുള്ളൊരു തിരിച്ചറിവ് കിട്ടിയ സമയം, ആ സമയത്താണ് യഥാർത്ഥത്തിൽ മഹാപ്രേക്ഷിതനായിട്ട് നമ്മളൊക്കെ മാറാൻ പോകുന്നത്.